രാജ്യത്ത് GST പരിഷ്കരണം പ്രാബല്യത്തിലായി. അവശ്യ വസ്തുക്കൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ചെറു കാറുകൾ തുടങ്ങിയവയ്ക്ക് വില കുറയും. സിഗരറ്റിനും മദ്യത്തിനും ലക്ഷറി വാഹനങ്ങൾക്കും വില കൂടും. GST സമ്പാദ്യോത്സവത്തിനൊപ്പമാണ് ഇത്തവണത്തെ നവരാത്രി ആഘോഷമെന്ന പ്രത്യേകതയുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തിന് നികുതി വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്നാണ് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ 24-നോട് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് 50,000 60,000 എവിടെ സ്റ്റഡി ചെയ്തിട്ടില്ല. ഞങ്ങൾ കമ്മിറ്റിയിൽ അംഗമാണ്. എവിടെ സ്റ്റഡി ചെയ്ത റിപ്പോർട്ടില്ല, ഒന്നുമില്ല. ഏറ്റവും മിനിമം 2 ലക്ഷം കോടിയെങ്കിലും നഷ്ടം വരുമെന്നാണ് ചില പണ്ഡിതന്മാർ, സാമ്പത്തിക രംഗത്ത് ഈ മേഖലയെ ബന്ധപ്പെട്ടവർ പറയുന്നത്. ഒരു പഠനവും ഇല്ലാതെ നമ്മുടെ നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് അനൗൺസ് ചെയ്തതുപോലെ അനൗൺസ്മെൻറ്റാണ് വന്നത്. ഈ ടാക്സിൻ്റെ നല്ലൊരു വർധന വന്നു. അപ്പോൾ വില കൂട്ടുക എന്ന് പറയുന്ന ഒരു ആശയം അത്ര എളുപ്പമല്ല. കാരണം 50 രൂപ ടിക്കറ്റാണ് ഇപ്പോൾ ഉള്ളത്. അത് 60 രൂപ ടിക്കറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ല എന്ന് ആലോചിച്ചിട്ട് 50 രൂപയ്ക്കകത്ത് തന്നെ ടാക്സിൻ്റെ കാര്യത്തിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തി. അത് ഇന്നു മുതൽ നടപ്പിലാവും. നിഖിൽ പ്രമേശാണ് കോഴിക്കോട് നിന്ന് വാർത്തകൾ വെച്ചിരുന്നത്. രാവിലെ നമ്മൾ ഓരോ സെക്ടറിൽ പോകുന്നുണ്ട്. നിഖിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റോറിലാണെന്ന് തോന്നുന്നു. നിഖിൽ, മെഡിക്കൽ സ്റ്റോറിലാണെങ്കിൽ 36 മരുന്നുകളുടെ GST ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി. ബഹുഭൂരിപക്ഷം മരുന്നുകൾ 5% GST സ്ലാബിലേക്ക് വരുന്നു. ആ വിലക്കുറവ് പ്രതിഫലിച്ചു തുടങ്ങിയോ? ഹഷ്മി, തീർച്ചയായും ആ വിലക്കുറവ് പ്രതിഫലിച്ചു തുടങ്ങി. മെഡിക്കൽ രംഗത്ത്, അതായത് GSTയുടെ പുതിയ സ്ലാബ് നിലവിൽ വരുമ്പോൾ മെഡിക്കൽ രംഗത്ത് അത് വലിയ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതായത് അവശ്യ മരുന്നുകൾക്കൊക്കെ നന്നായി തന്നെ വില കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യവുമാണ്. നമുക്കത് എങ്ങനെയൊക്കെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് ഇവിടുത്തെ ആളുകളോട് ചോദിക്കുക. ഇപ്പം ഞാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെ ഒരു മെഡിക്കൽ സ്റ്റോറിലാണ്. ഇവിടെയൊക്കെ 12% GST ഏർപ്പെടുത്തിയിരുന്ന മരുന്നുകൾക്ക് അത് 5-ലേക്ക് ചുരുങ്ങുകയും 18% GST ഏർപ്പെടുത്തിയിരുന്ന മരുന്നുകൾ ഒരു പക്ഷേ അതും 5-ലേക്ക് അവർ ഇപ്പോൾ കൺവേർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഇവിടുത്തെ ജീവനക്കാരോട് ഈ കാര്യങ്ങൾ സംസാരിക്കാം. പുതിയ GST അപ്ലൈ ചെയ്ത് തുടങ്ങിയോ നിങ്ങൾ? തുടങ്ങി, ഇന്നലെ രാത്രി മുതൽ തുടങ്ങി. എന്ത് മാറ്റമാണ് ഇത് മരുന്നുകളുടെ കാര്യത്തിൽ ഉണ്ടാക്കുന്നത്? നിലവിലുള്ള മുഴുവൻ സ്റ്റോക്കുകൾക്കും 12% നിന്ന് 5%ലേക്കും, നിലവിലുള്ള ചില 18% ഉള്ളത് നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് ആണെന്നുള്ള കൃത്യമായ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അതും 5%ലേക്ക് തന്നെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബില്ലടിക്കുന്നത് മുഴുവൻ 5%. നഷ്ടമാവോ? ചെറിയൊരു നഷ്ടം ഉണ്ടാവും. പക്ഷേ ഇനി മുതൽ വരുന്ന ബില്ലുകൾ നോക്കി അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ചെറിയ നഷ്ടം വന്നാലും അത് പിന്നെ ഭാവിയിൽ അത് പ്രതിഫലിക്കേണ്ട, അങ്ങനെ ഒരു വിഷയം വേണ്ടാന്ന് കരുതിയിട്ടാണ് 18ഉം 5-ലേക്ക് കൺവേർട്ട് ചെയ്തത്. 18ഉം 5-ലേക്ക് കൺവേർട്ട് ചെയ്തത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. ഒരു 10,000 രൂപയ്ക്കൊക്കെ മരുന്ന് വാങ്ങിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം രൂപയുടെ ലാഭം ഉണ്ടാവും? എത്ര കുറയും? നിശ്ചയമായും 700 രൂപ തന്നെ കുറയാൻ പറ്റും. 12% ഐറ്റംസ് ടാക്സിനെ ഡിപ്പെൻസ് ആണ്. 12% നിന്ന് 5%ലേക്ക് വരുമ്പോൾ 7% കുറയും. 10,000 രൂപയ്ക്ക് 700 രൂപ കുറഞ്ഞ് 9,300 രൂപയായിട്ട് മാറും. സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു, മുഴുവനായിട്ടും അപ്ഡേറ്റ് ചെയ്തു. അതാണ് ഇപ്പോൾ നല്ല തിരക്കുള്ളൊരു കടയാണ് അഷ്മി. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നേരെ അഭിമുഖമായിട്ടുള്ള ഒരു കടയാണ്. ഇവിടെയൊക്കെ ഇതിനോടകം തന്നെ അപ്ലൈ ചെയ്ത് നമുക്കൊരു വാങ്ങിക്കാമെന്ന് ഒരാളോട് ചോദിക്കാം. ചേട്ടാ, ഈ GST സ്ലാബ്, പുതിയ സ്ലാബ് വഴി മരുന്നുകൾക്കൊക്കെ വില കുറഞ്ഞ കാര്യം അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. അപ്പോൾ താങ്കളുടെ ബില്ലിലൊക്കെ അത് അപ്ഡേറ്റ് ആയി തുടങ്ങിയോ? ഇല്ല, ഞാൻ ഇപ്പോൾ വരുന്നുള്ളൂ വാങ്ങാൻ. ഓക്കെ, ഇവിടെ ഒരു ചേച്ചിൻ്റെ അവരുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ പുതിയ ഈ GST നിരക്കുകൾ വരും, മരുന്നിനൊക്കെ വില കുറഞ്ഞതൊക്കെ അറിഞ്ഞായിരുന്നോ ചേട്ടാ? മരുന്നിനൊക്കെ വില കുറഞ്ഞ കാര്യം അറിഞ്ഞായിരുന്നോ? അറിഞ്ഞിട്ടില്ല. എന്ത് കുറഞ്ഞാലും വാങ്ങന്നെ വേണ്ടേ? കുറയ്ക്കണേന് പരിധിയില്ലേ? എന്തായാലും അവശ്യ മരുന്നുകൾക്ക് വലിയ കുറവ്, അതായത് ഈ 12% ഉള്ളിടത്തുനിന്ന് അത് 5-ലേക്ക് കുറയാന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും അത് ഇപ്പോൾ എല്ലാ മരുന്ന് സ്റ്റോറുകളിലും അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അഷ്മി ഈ കട ഉടമകൾ പറയുന്നത്. നല്ല തിരക്കുള്ള കടയാണ്. ഈ ഭാഗത്തൊക്കെ അവർ പറയുന്നത് ഇന്നലെ രാത്രി തന്നെ അധിക സമയമെടുത്ത്, അതായത് അവരുടെ ജോലി സമയം കഴിഞ്ഞും കൂടുതൽ സമയമെടുത്ത് അത് അപ്ഡേറ്റ് ചെയ്തു, പുതിയ സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ പുതിയ നിരക്കിൽ ഈ മരുന്നുകൾ ലഭ്യമാകുമെന്നുള്ളതാണ് ഇത്തരം സ്റ്റോറുകളിലെ ആളുകൾ വ്യക്തമാക്കുന്ന കാര്യം. ഹാഷ്മി. ഓക്കെ, നിഖിൽ പ്രമേശാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയതായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.